ജെറമിയ 30-ാം അധ്യായം 14-ാമത്തെ വചനം പറയുന്നത് നമ്മുടെ പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം മുറിവേൽക്കാൻ നിന്നെ അനുവദിച്ചു. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നെ മുറിപ്പെടുത്തി, ഐ വൂണ്ടഡ് യു, ഓർ ഐ അലൗഡ് ദാറ്റ് വൂണ്ട്. ഞാൻ നിന്നെ മുറിപ്പെടുത്തി. കർത്താവ് നേരിട്ട് വന്ന് നമ്മളെ മുറിപ്പെടുത്തിയ അങ്ങനെ ഒരു രംഗമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ മുറിപ്പെടുത്തി. അങ്ങനെ മുറിവേറ്റവര് ഇവര് കാരണമാണ് എനിക്ക് ഇങ്ങനെയെല്ലാം വന്നത് എന്ന് പറഞ്ഞ് അവരുടെ നേരെ ഇരച്ചു പാഞ്ഞി എന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപക്ഷെ കർത്താവ് അനുവദിച്ചതായിരിക്കാം. ഞാൻ നിന്നെ, ഇസ്രായേൽക്കാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസ്തത പുലർത്തി ജീവിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നു. അവിശ്വസ്തത കാണിച്ചപ്പോൾ ശത്രുക്കൾ നിങ്ങളുടെ മേൽ വിജയം വരിക്കാൻ ഞാൻ അനുവദിച്ചു. നിന്റെ പാപം മൂലമാണ് ഞാൻ നിന്നെ മുറിപ്പെടുത്തി. പക്ഷേ 14-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 14 നമ്മൾ കണ്ടു. 17 വായിച്ചു. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നിങ്ങൾ ആ പുറപ്പാട് പുസ്തകം 15:26 എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ ആണെങ്കിലും ആ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്, സുഖപ്പെടുത്തുന്ന ദൈവം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പറയുണ്ട്, യേശുവിന്റെ മിനിസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സുഖപ്പെടുത്തുക എന്ന്. അത് നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും കർത്താവ് സൗഖ്യം നൽകും. നിങ്ങൾ വേണമെങ്കിൽ ബൈബിളിലുള്ളവര് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം തുടങ്ങി 7-ാം അധ്യായം വരെ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി അങ്ങ് പോയാൽ മതി. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം എടുത്ത് മുമ്പ് വെക്കുകയാണെങ്കിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് എടുക്കാവുന്ന ഒരു വചനഭാഗം 38 മുതൽ. തലക്കെട്ട് മാത്രം വായിച്ചാൽ മതി, അപ്പൊ പിടികിട്ടും. യേശു പത്രോസിന്റെ ഭവനത്തിൽ യേശു ചെന്ന എന്തുകൊണ്ടാ? പത്രോസിന്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുക. ചിലർ വന്ന് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നീ വരണം, എനിക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകാവുന്ന അത്ഭുതങ്ങളെ കുറിച്ചാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ വരണം. അത് കേട്ട് യേശു ആ ഭവനത്തിലേക്ക് ചെല്ലുന്നു. അമ്മായിയമ്മയുടെ പനി ശാസിച്ചു മാറ്റുന്നു. ഈ ശാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജീവനുള്ളതിനെ അല്ലെ ജീവിച്ചിരിക്കുന്നതിനെയൊക്കെ ശാസിക്കുക. ഞാനിപ്പോൾ പുറത്തോട്ടിറങ്ങി അവിടെ ഒരു തൂണ് നിൽപ്പുണ്ടായിരുന്നു. ആ തൂണിനെ ഞാൻ വഴക്ക് പറയുന്നത് നിങ്ങൾ കാണുവാണ്, നിങ്ങൾ എന്നാ പറയും? ദൈവമേ, വാവ അച്ഛൻ ധ്യാനിപ്പിച്ച് അച്ഛൻ്റെ ആണി ലൂസായെന്ന് പറയും. നമ്മൾ സാധാരണ ശാസിക്കുന്ന ജീവനുള്ളതിനെയാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, പനിയെ ശാസിച്ചു. കടല് പ്രക്ഷുബ്ധമായപ്പോൾ ആ കാറ്റിനെ കടലിനെ ശാസിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. ശരിക്കും അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഈ പനിയുടെ പിന്നിൽ പ്രവർത്തിച്ച അശുദ്ധാരൂപിയാണ് കർത്താവ് ശാസിച്ചത്. അശുദ്ധാരൂപി ജീവനുള്ളതാണ്, ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നത്, നല്ല നമ്മളെക്കാളും കൂർമ്മ ബുദ്ധിയുള്ളതാണ്, നമ്മളെക്കാളും ശാരീരിക ബലമുള്ളതാണ്. ഒരു പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞാൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച്, അപ്പോൾ 8 വയസ്സ് പ്രായമുള്ളൂ, 3-ാം ക്ലാസ്സിൽ. അവൾക്കൊരു സമയത്ത് ഈ ഒരു ബാധ അങ്ങ് കയറും പോലെയാണ്. അവർ പറയാം, 5 ഒത്ത ആൾ പിടിച്ചാൽ പോലും നിൽക്കുകയാണ്, അത്ര ശക്തിയാണ്. അശുദ്ധാരൂപിക്ക് ഈ ശക്തിയും സിദ്ധിയും തരാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും സിദ്ധി ഉപയോഗിക്കുന്നത് കാണുമ്പോഴേ ഓടിയേക്കരുത്. ഇതാ ഇവിടെ ദൈവാത്മാവാ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ട ഒരു സ്ഥലത്ത് ഒരു ചാക്കോയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ചാക്കോ നമ്മൾ എന്തെങ്കിലും ഒരു അവസ്ഥയായിട്ട് ചെന്നാൽ എല്ലാം ചോദിക്കും. എന്നിട്ട് ചാക്കോ പറയും, ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഡേറ്റ് ഒക്കെ പറയും, ഇന്ന ദിവസം വരാൻ പറയും. ആ ദിവസം ചെല്ലുമ്പോൾ ചാക്കോ കറക്റ്റായിട്ട് പറയും ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ചിലർക്ക് ഈ ഭൂതം ഭാവി വർത്തമാനം ഇത് കേട്ടാൽ മതി, കേട്ടാൽ പിന്നെ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വാരി കൊടുക്കും. പള്ളി പോയ നേർച്ച പോലും ഇടിയാലാത്തവരായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാരി കൊടുക്കാൻ ഒരു മടിയില്ല. ഇനി ഈ ചാക്കോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചാക്കോ ചെയ്തുകൊണ്ടിരുന്ന എന്നാന്നറിയും, പലർക്കും അറിയത്തില്ലായിരുന്നു. ചാക്കോ ഒരു ആശാരിയായിട്ട് എന്നിട്ട് ഈ ആശാരി നെഗറ്റീവ് എനർജി കൊണ്ടാണ് എന്ന് പറയും, മന്ത്രവാദം കൂടാത്തം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവ് സ്പിരിറ്റാ. സാത്താൻ പൂജ നെഗറ്റീവ് സ്പിരിറ്റാ, നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ച് സാത്താനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം പ്രാപിക്കും. അതാണ് സാത്താൻ പൂജക്കാർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കൊണ്ട് പോലും കൊണ്ട് തലവെച്ച് കൊടുത്തേക്കരുത് കേട്ടോ. പിന്നെ ഊരിപ്പോരാൻ എന്തൊരു പാടാന്നറിയോ? അത് ഈ ഡ്രഗ്സിനകത്ത് ചെന്ന് പെടുന്നതും സാത്താൻ പൂജയ്ക്കകത്ത് ചെന്ന് പെടുന്നതും ഒക്കെ ഇങ്ങനത്തെ കുറേ ട്രാപ്പ് ഈയിടെ അതുകൊണ്ട് തന്നെ ഹണി ട്രാപ്പോ അങ്ങനെ ഉണ്ട്. ഒരുത്തിനെ അവിടുന്ന് എറണാകുളത്തുനിന്ന് അവനിങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങനെ ഇവിടെ വരുവാണെങ്കിൽ ഓക്കെ എവറിത്തിങ് ഈസ് അവൈലബിൾ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് പോയതാണ്. അവനെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് അങ്ങ് പാലക്കാട് സൈഡിലും കണ്ടു കൊണ്ടുപോയെന്ന് പറഞ്ഞു. അടിച്ച് ശരിയാക്കിയിട്ട് അവൻ്റെ പേഴ്സ് കൊടുത്ത് സകലതും എടുത്തിട്ട് അവന് തിരിച്ചു. ഹണി ട്രാപ്പിൽ പെട്ടതാണ്. ഞാനും എൻ്റെ ഫോണിൽ ചിലപ്പോൾ കാണാറുണ്ട്, ബോറടിക്കുന്നുണ്ടോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കൾ അല്ലെങ്കിൽ പല പ്രശ്നത്തിലും ചെന്ന് ചാടും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു ചെറുപ്പക്കാരന് അവന് ഏതാണ്ട് അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് അതനുസരിച്ച് പോയതാ. തൃശ്ശൂർ സൈഡിലും കണ്ടു, അവിടെ ഈ ചാത്തൻ സേവക്കാരും ഒക്കെ ഇഷ്ടം പോലെയുള്ളു. അവിടെ ചെന്ന് അവൻ പറയാം, ഏതാണ്ട്
ഇത് വിദേശത്ത് പോകാനുള്ള തടസ്സം അത് മാറ്റാൻ പാസ്പോർട്ടും ഒക്കെ ആയിട്ട് ചെന്നാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവിടെ പോയതാ. ഒരു 15നും 35നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു 10-40 പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന ഏതാണ്ട് സാത്താൻ പൂജ, അതിന്റെ മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചെന്ന് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് തോന്നി അത്ര പന്തി അല്ലെന്ന് തോന്നി. ഏതായാലും അവൻ പറഞ്ഞു, ഞാൻ അധികം പൈസ എടുത്തില്ല, എൻ്റെ പെങ്ങൾ ഇവിടെ അടുത്തുണ്ട്, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം, ഇച്ചിരി പൈസയും കൂടെ മേടിക്കണം, അപ്പോൾ അവർക്ക് കൂടി അതനുസരിച്ച് കിട്ടുമല്ലോ എന്ന് ഓർത്താൻ പറ്റാ. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് അവൻ്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അവൻ അതുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്, പിന്നെ പ്രശ്നമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടാൽ മതി. ഒരു 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 പുള്ളി പറഞ്ഞാണ്, അച്ഛാ ഞാൻ അവിടെ ഒരു കൗൺസിലിങ്ങിന് പോയിരുന്നപ്പോഴത്തേക്കും ഞാൻ നിക്കറിട്ട് നടന്ന കാലം മുതലുള്ള സകല കാര്യം പറഞ്ഞു. എനിക്ക് അങ്ങോട്ടൊന്നും പറയേണ്ടി വന്നില്ല, സകല കാര്യവും ഒക്കെ ദൈവം അങ്ങനെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് പോയാൽ പോരാ. ചിലരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം കുളിര് കോരി ഇരുന്നാണ് 1 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പടിയാണ്. പഴയ രീതിയിൽ പാപജീവിതത്തിലേക്ക് തിരികെ പോയവർ. ഒരുതിന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ധ്യാനം കൂടെ, മദ്യപാനായിരുന്നു അവൻ്റെ പ്രശ്നം. അവനൊരു അറിയപ്പെടുന്ന ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കഴിഞ്ഞൂടെ വന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവൻ്റെ വികാരം ഞാൻ നേരിട്ട് കണ്ടതാ. എനിക്ക് അച്ഛൻ ധ്യാനം എന്ന് പറഞ്ഞ് ഇതാ പറയാനുള്ള വാക്കെനിക്കില്ല. ഞാൻ പറഞ്ഞു നല്ല കാര്യം. ഇത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോയി ഒരു 20 ദിവസം, മാക്സിമം 20 ദിവസമേ ആയുള്ളൂ. അവൻ്റെ ഭാര്യ വിളിച്ചു, അവൻ പിന്നെയും കുടി തുടങ്ങിയിരുന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ എന്നാ വികാരമായിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈകാരിക തലത്തിൽ കുറച്ച് കാര്യങ്ങളായിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ശരിക്കും ദൈവസ്നേഹം നമ്മൾ രുചിച്ചറിയണം. ദൈവസ്നേഹം, ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഏത് അവസ്ഥയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവിടെ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഈ മനുഷ്യൻ, ഈ ചാക്കോ, പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്, കത്തോലിക്കനല്ലേ, അപ്പോൾ പ്രാർത്ഥിച്ചാണ് ഇതൊക്കെ പറയണമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പൊക്കോണ്ടിരുന്നത്. ആശാരിയായിട്ട് ടൈപ്പ് കിട്ടുന്നതിൻ്റെ 50-50. എന്നിട്ട് ഈ ആശാരി എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ? ആശാരിക്കൊരു സിദ്ധി എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് എനർജിയാണ്. അത് വെച്ച് നമുക്ക് പലതും അറിയാൻ പറ്റും, പറയാൻ പറ്റും, വേണേ പ്രവചിക്കാൻ പറ്റും, രോഗശാന്തി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആ അപ്പസ്തോല പ്രവർത്തനം 16 മുതൽ ഒന്ന് നോക്കി, ഇതുപോലത്തെ സിദ്ധി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 16 മുതൽ, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 16 ഓൺവേഴ്സ്. പൗലോസും സീലാസും ഇങ്ങനെ അവര് പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു സാധു പെൺകുട്ടി, അവളുടെ പ്രത്യേകത എന്നായിരുന്നു? അശുദ്ധാത്മാവ് ബാധിച്ചവൾ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയുള്ളൊന്നുമല്ല, അശുദ്ധാത്മാവ് ബാധിച്ചവൾ. അവൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പ്രവചിച്ചു, ഭാവി പ്രവചിച്ചു. അവൾ പറഞ്ഞൊരു കാര്യം, പൗലോസും സീലാസും അതിലെ പോയപ്പം, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസർ, സത്യവചനം പ്രഘോഷിക്കുന്നവർ, അവരെ ശ്രവിക്കുക. പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നോ? കറക്റ്റ് കാര്യമാണ് പറഞ്ഞേ. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ വചനഭാഗം വായിച്ചു ദൈവം, ഞാനായിരുന്നു ചിലപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ തോന്നിയേനെ ഈ പെങ്കൊച്ചിനോട്, ഇടി നിനക്ക് ഇത്രയും ശബ്ദമുള്ള കുറച്ചുകൂടെ വച്ചതി പറഞ്ഞതൊക്കെ സത്യമല്ലേ? അത് 4 പേരൂടെ കേട്ട് കഴിഞ്ഞ് നമ്മളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതല്ലേ? പക്ഷേ പൗലോസ് തിരിച്ചറിഞ്ഞു, ഇത് അശുദ്ധാത്മാവ് ബാധിച്ചിട്ടാണ് ഇവളിതിങ്ങനെ പറയണതൊക്കെ കറക്റ്റാ, പക്ഷെ അതിന്റെ സോഴ്സ് കറക്റ്റ് അല്ല. അപ്പൊ അറിയണ്ടേ, ഒരു അത്ഭുതം നടക്കുമ്പോഴും പ്രവചനം നടക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യമേ തിരിച്ചറിയണം, ഇത് വല്ലോ പരിശുദ്ധാത്മാവിലൂടെ ആണോ അതോ വല്ലോ നെഗറ്റീവ് സ്പിരിറ്റ് ആണോ എന്ന്. എവിടെയെങ്കിലും ആരെങ്കിലും പ്രവചിക്കുന്നു എന്ന് കേട്ട് അതിൻ്റെ എല്ലാം പുറകെ ഓടാൻ നമുക്ക് പറ്റില്ല. അത് വിവേചിച്ചറിയണം. ഇത് ശരിക്കും പരിശുദ്ധാത്മാവിലൂടെ വരുന്നതാണോ അശുദ്ധാത്മാവിലൂടെ വരുന്നതാണോ അത് നമ്മൾ വിവേചിച്ചറിയണം. ചിലർക്ക് ഇതാ ഈ ഒരു വരം ഇല്ലാത്ത, ഈ വരമില്ലാതെ കൊണ്ട് നമ്മൾ ഒരുപാട് വരം നമുക്കുണ്ടായാലും അത് ചിലപ്പം ഗുണത്തെക്കാൾ കൂടുതൽ ദൂഷ്യം ചെയ്യും. നിങ്ങളൊന്ന് ചിന്തിച്ചേ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് അച്ഛാ ഞാൻ കൗൺസിലിങ്ങിന് പോയി, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോകണ്ടായിരുന്നു. അതിനെ പറ്റി അത് ഞാൻ അവിടെ ചെന്നപ്പോൾ അവര് കൗൺസിലർ ഒരു സ്പിരിച്വലി അല്ല, എന്നോടിങ്ങനെ ബെഡ്റൂമിലെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ചിലരോട് എന്നിട്ട് നിങ്ങളെല്ലാം പറഞ്ഞു, അല്ല അത് ബ്രദർ ചോദിച്ചല്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും വേണ്ടായിരുന്നു, കൗൺസിലിങ്ങും വേണ്ടായിരുന്നു, ധ്യാനം വേണ്ടായിരുന്നു. നിങ്ങൾക്ക് സാമാന്യ ബോധം ഉണ്ട്, ഒരാൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകിയാലേ ഇത് പരിശുദ്ധാത്മാവിലൂടെയാണോ അതോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണോ എന്ന്. ഇപ്പം വേണേ നിങ്ങളുടെ ഒരാൾ എൻ്റെ മുറി വന്ന് എന്നാ കൗൺസിലിങ് ആണോ, ഒന്നവാ കഥ അടച്ചേര്, അല്ല കുറ്റിയും കൂടി കിട്ടുമോ, ഇവിടെ നമുക്ക് ഇതിൽ നല്ലത് അകത്തെ മുറിയാ എന്ന് പറയും. ഇത് കൗൺസിലിങ്ങിനുള്ള ആസ്തപ്പാടാണോ? അല്ല, സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകിയല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അവിടുന്ന് രക്ഷപ്പെടണം. അത് അച്ഛനാണേലും ആരാണെന്ന് പറഞ്ഞാലും, എൻ്റെ അച്ഛൻ പിന്നെ കാണാൻ കേട്ടോ എന്നും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടണം. അതാണ് വിവേകം ഉപയോഗിക്കാതെ അയ്യോ അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. വരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിവേകപൂർവ്വം നമ്മളത് ഉപയോഗിക്കണം. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, നല്ല ഏതാണ്ട് മീൻ പൊള്ളിച്ച് ഏതാണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന സ്ത്രീ കൂട്ടുന്നില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഫിഷ് അലർജിയോ അങ്ങനെ വല്ലതും ഉണ്ടോ, നിങ്ങൾ കൂട്ടാത്ത? അപ്പോൾ ഇവർ മിണ്ടുന്നില്ല. അന്നേരമാണ് അപ്പുറത്തിരുന്ന ആൾ പറയാം, അതേ
പുള്ളിക്കാരത്തി ഈയിടെ ഒരു കൗൺസിലിങ്ങിന് പോയി. കൗൺസിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടത് ഒരു വലയിൽ ഉടക്കി കിടക്കുന്ന മീനാണ്. അതുകൊണ്ട് കൗൺസിലർ പറഞ്ഞു 3 വർഷത്തേക്ക് മീൻ കൂട്ടുണ്ടെന്ന്. എൻ്റെ അവിടെ തമ്പുരാൻ 3 വർഷത്തേക്ക് മീൻ കൂട്ടുണ്ട്. സാധാരണ നമ്മൾ ഡോക്ടറുടെ അടുത്ത് എന്ന് വേണേ ക്യാൻസറാന്ന് പറഞ്ഞാലും ചിലർ പറയും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തേക്കാം, മറ്റൊരാളെയും കൂടെ നമ്മൾ കണ്ടേക്കാം. ഇങ്ങനത്തെ കട്ടി പരിപാടികളൊന്നും കൊടുക്കരുത് നമ്മൾ സാധാരണ നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് സ്വീകാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം. അത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞപ്പോഴേ അതാണ് വേദവാക്യം എന്ന് വിചാരിച്ചു പോകരുത്. ഓക്കെ, നമുക്ക് സ്വീകാര്യമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവരിങ്ങനെ കേട്ടതുകൊണ്ടും ഇനി മീൻ കഴിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അവർ കഴിക്കാതിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട അത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ശവപ്പെട്ടി കാണുക, ഉടനെ റെഡി ആയിക്കോ കേട്ടോ, ഇനി ഒരു ജോലിക്കും പോകണ്ട, ഒന്നിനും പോകണ്ട, മരിക്കും. ഇതാണോ അതിൻ്റെ സന്ദേശം? ദൈവം ഒരിക്കലും നമുക്ക് പ്രത്യാശ കളയുന്ന ഒരു സന്ദേശം തരത്തില്ല. ഒരുപക്ഷെ മരണഭയമുള്ള ഒരു വ്യക്തി ആയിരിക്കാം, മരണം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. അല്ല നിങ്ങൾ മരിക്കുമെന്നും പറഞ്ഞ ഉടനെ അങ്ങനെ ഒരു മെസ്സേജും കൊടുത്തു വിടുകയല്ല ചെയ്യേണ്ടേ. വിവേകപൂർവ്വം നമ്മൾ പെരുമാറണം. വിവേകത്തിന്റെ വരം അതിപ്പോൾ എനിക്കറിയാമല്ലോ, എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുള്ളവർക്കാണ് ഏറ്റവും ഒരു പ്രത്യേകത. നമ്മളിപ്പം വരാന്തേ കൂടെ പോവുകയാണെങ്കിലും എവിടെയെങ്കിലും ഒരു മുറി ഇച്ചിരി തുറന്നു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ടെൻഡൻസി തന്നെ നോക്കിയേച്ചു പോവാം. ചില ഞാൻ കണ്ടിട്ടുണ്ട് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ താക്കോലിരുന്ന് തൊളയില്ല, അതിൽ വട്ടം പിടിച്ച് ഇങ്ങനെ നോക്കുന്നതാണ്. വെരി ഇൻഡീസെൻ്റാ ശരിക്കും പറഞ്ഞാൽ. അതിന് ഇങ്ങനത്തെ ഒരു പ്രവണത ഞാൻ ഇവിടെയാണേലും ഞങ്ങൾ ഇവിടെ ഒരു ഇത് പറഞ്ഞിരിക്കുന്ന കൗൺസിലിങ്ങിന് വരുന്നവർ എൻ്റെ അടുത്ത് വരുവാണേലും കഥ കടയ്ക്കണമെന്ന് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് തുറന്നു കിടന്നാലുണ്ടെങ്കിലേ ഉള്ളൂ എന്നാൽ ചാരിയിട്ടേക്കാൻ പറയും. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവണത. അതുകൊണ്ട് എന്താ പ്രശ്നം? കഥ തുറന്നു കിടന്നത് വിചാരിച്ചാൽ കുഴപ്പം. കൗൺസിലിംഗ് അല്ലേ, അവിടെ ഇരുന്ന് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ അതിനകത്തിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് മുറിക്കകത്ത് കഥ അടച്ച് ഇരുന്ന് 3 മണിക്കൂർ അവിടെ തെറ്റായ ഒന്നും നടന്നിട്ടില്ലായിരിക്കും. എന്നാലും പുറത്തോടെ നടക്കുന്നവരുടെ മനസ്സിൽ കൂടെ പോകാൻ, പുറത്തോടെ നടക്കുന്നവരുടെ അവർക്കിത് ഒന്ന് ശരിയായ രീതിയിൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളിങ്ങനെ ചിന്തിക്കുക. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അവരിങ്ങനെ 2 അബോർഷൻ കഴിഞ്ഞ 3ാമത് ഗർഭിണിയായിട്ടിരിക്കുക. ഒരു 3-4 മാസമായി. അപ്പോൾ അച്ഛാ 2 അബോർഷൻ കഴിഞ്ഞതാണ്. ഡോക്ടർ പറഞ്ഞു ഇതുകൂടെ പോവുകയാണ് പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. എൻ്റെ അച്ഛൻ എനിക്കൊരു കൊച്ചിനെ വേണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് വിശ്വാസമുണ്ട്, അച്ഛൻ എൻ്റെ വയറെ തൊട്ടൊന്ന് പ്രാർത്ഥിക്കാം. അവർ ശുദ്ധ നിയോഗത്തോടു കൂടി ചോദിച്ചാൽ. എനിക്കാണേലും വേറെ ഒരു ദുർചിന്തയില്ല. ഞാൻ അവരുടെ വയറെ താങ്ങി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലൊരാൾ ആ വരാന്തേ കൂടെ പോയപ്പോഴത്തേക്കും ഏതായാലും കഥവ് തുറന്നില്ല കിടക്കണേ, എന്നെ നടക്കണം എന്നറിയാൻ വേണ്ടി അകത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ ഈ വയറെ താങ്ങി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകണേ? നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകണം. ചിലർക്ക് തോന്നിയേക്കാം അല്ലോ അച്ഛനായാൽ മതിയായിരുന്നു, ഇത് എന്ത് സുഖ കർത്താവേ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. വയറെ താങ്ങി പിടിച്ചാലേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വിവേകപൂർവ്വം നമ്മൾ പെരുമാറുന്നില്ലെങ്കിൽ ഗുണത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് വിവേകത്തിൻ്റെ വരം. വിവേകം. നിങ്ങൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1805 വായിച്ചാൽ 1805 അവിടെ 4 തിയോളജിക്കൽ വെർച്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന തിന്മകളെ കുറിച്ച് നമ്മൾ കണ്ടു 7. അതുപോലെ അടിസ്ഥാന നന്മകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളുണ്ട്. അതിൽ 1ാമത്തെ കാര്യമാണ് വിവേകം. പ്രൂഡൻസ്. വിവേകം. വിവേകത്തെക്കുറിച്ച് സഭ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഏത് സാഹചര്യത്തിലും യഥാർത്ഥ നന്മ എവിടെയാണെന്നറിഞ്ഞ് ആ നന്മയിലെത്താനുള്ള ശരിയായ മാർഗം തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന വരമാണ് പ്രൂഡൻസ്. എന്ത് പ്രധാനപ്പെട്ട കാര്യമെന്നറിയോ? ചില സിറ്റുവേഷൻസ് ഒക്കെ കൺഫ്യൂസിങ് ആയിരിക്കാം. ഒരു ദുരാത്മാവ് പോലും ഉണ്ട് കേട്ടോ, സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. നിങ്ങൾ വേണേൽ യെശയ്യാ 19:14 വായിച്ചു. യെശയ്യാ 19:14, യെശയ്യായുടെ പുസ്തകം 19:14. അവിടെ ഈ ആശയക്കുഴപ്പത്തിന്റെ ദുരാത്മാവ് അതേ ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് സ്പിരിറ്റ് ഓഫ് കൺഫ്യൂഷൻ. ചിലർക്ക് പഠിക്കാൻ ഏതാ തിരഞ്ഞെടുക്കേണ്ടെന്ന് അറിയത്തില്ല, കല്യാണം വേണോ മടത്തി പോകണമെന്ന് അറിയത്തില്ല, അങ്ങനെ എവിടെ സ്ഥലം മേടിക്കണമെന്ന് അറിയത്തില്ല, ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയത്തില്ല. ഇങ്ങനെയെല്ലാം കൺഫ്യൂസ്ഡ് ആയിട്ട് കഴിയുന്നവർ വായിച്ചോ യെശയ്യാ 19:14. ആശയക്കുഴപ്പത്തിന്റെ ദുരാത്മാവ് അവരിൽ കുടികൊള്ളുന്നത്. ആശയക്കുഴപ്പത്തിന്റെ ദുരാത്മാവ്. അതുപോലെ പല രീതിയിലുള്ള ദുരാത്മാക്കളെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വേണയാം 2 ദിനവൃത്താന്തം 18, 2 ക്രോണിക്കിൾസ് 18, 21, 22 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നുണയുടെ ദുരാത്മാവ്, സ്പിരിറ്റ് ഓഫ് ലൈ. നുണയുടെ ദുരാത്മാവ് അവരിൽ കുടികൊള്ളുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയണത് നുണയായിരിക്കും. അവർ ചിലപ്പോൾ നുണ പറയാൻ ഉദ്ദേശിച്ചായിരിക്കണമെന്നില്ല, പക്ഷെ അവർ വാതുറന്ന നുണയെ വരുള്ളൂ. കാരണം എന്താ? നുണയുടെ ദുരാത്മാവ്. ഹോസിയയുടെ പുസ്തകം 5:4 വായിച്ചാൽ സ്പിരിറ്റ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അതെ,
വ്യഭിചാര ദുർഭൂതം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹോസിയ 5:4. വ്യഭിചാര ദുർഭൂതം. ഇങ്ങനെ പല ടൈപ്പ് ദുരാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകാം. പറയുണ്ട്, അങ്ങനെയുള്ള മേഖലകൾ കണ്ടെത്തി നമ്മൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിടുതലും സൗഖ്യവും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോർമലായിട്ട് ജീവിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു ഫ്രീഡം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അത് നന്മ തിന്മ തിരിച്ചറിഞ്ഞ് വിവേകപൂർവ്വം നമുക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു ആത്മീയ നന്മയായിട്ട്, ഒരു തിയോളജിക്കൽ വെർച്യു ആയിട്ട് നമ്മൾ കാണേണ്ടതാണ് പ്രൂഡൻസ്, വിവേകം. രണ്ടാമത്തേതാണ് ജസ്റ്റിസ്, നീതി. ദൈവം നീതിമാന്റെ കൂടെയാണ്. നീതിപൂർവ്വം നമ്മൾ ജീവിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവരോട് കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളാ മത്തായി 5:23 വായിച്ചാൽ മതി. മത്തായി 5:23. അനീതി പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട്, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക. അനീതി പ്രവർത്തിക്കുന്നവർ കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഇന്ന് പല വിധത്തിൽ അനീതി പ്രവർത്തിക്കുന്നവരെ കാണാൻ പറ്റും. ചിലരുടെ അവസ്ഥ എനിക്കറിയാം. ഭർത്താവിന് അവിടെ ഒരു ഫ്രീഡമേ ഇല്ല. ഭാര്യ പറയുന്ന പോലെ കാര്യം നടക്കണം. ഭാര്യയ്ക്ക് ഒരു ഫ്രീഡമേ ഇല്ല. അവളെ ഞാൻ പറഞ്ഞത് കേൾക്കാൻ വേണ്ടിയല്ലേ. ഇതെല്ലാം അനീതി. ചിലർ സംസാരിക്കുക, ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ആരെ കൊണ്ടും വർത്താനം പറയിപ്പിക്കുകയല്ല, ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അനീതിയാ. പറയുണ്ട്, മറ്റുള്ളവരെ മാനിക്കാതെ ഞാനാണ് എല്ലാം എന്ന് ചിന്തിക്കുന്നത് അത് അനീതിയാ. അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? എന്നിൽ നിന്ന് അകന്നു പോവുക. നീതി എന്താണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. 1805 മുതൽ പാരഗ്രാഫ് അങ്ങ് വായിച്ചു പോയാൽ മതി. അവിടെ ഇതെല്ലാം കൊടുത്തിരിക്കുന്ന അനീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം, മറ്റുള്ളവർക്ക് അർഹമായത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ബാക്കിയും കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. അതാണ് നീതിപൂർവ്വം ജീവിക്കുക. ഇനി ചിലർക്ക് ബാക്കി എല്ലാവരുടെയും കൂടെ കിട്ടിയാലേ അവർക്ക് തൃപ്തിയുള്ളൂ. അങ്ങനെ എന്തെല്ലാം തിരിമറി കാണിച്ചാണ് മറ്റുള്ളവരുടെയും കൂടെ പിടിച്ചെടുക്കാൻ നോക്കുന്ന ചില വ്യക്തികളെ കാണാൻ പറ്റും. അനീതി പ്രവർത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോയിരുന്ന നമുക്ക് പ്രാർത്ഥനയൊന്നും വരണമെന്നില്ല. അനീതി പ്രവർത്തിച്ചിട്ട് നമ്മൾ ബലിയർപ്പിക്കാൻ പോയാൽ ബലിയൊന്നും അർപ്പിക്കാൻ പറ്റണമെന്നില്ല. ബലി നമുക്ക് അനുഭവമാകണമെന്നില്ല. പറയുണ്ട്, ശരിക്കും ദൈവം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്: നീതിപൂർവ്വം നമ്മൾ ജീവിക്കണം. നീതിപൂർവ്വം ജീവിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. വേണയോ പ്രഭാഷകൻ 21:8 പ്രഭാഷകൻ 23:8 ഒരു അനീതിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അത് ചെയ്യുന്നവന് എന്താ വരാൻ പോകുന്നെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. 21:8 പ്രഭാഷകൻ 21. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ തന്നെ ശവകുടീരത്തിനുള്ള കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. നമ്മളെ തന്നെ കുഴി തോണ്ടുവന്ന് അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ. നമുക്ക് അർഹമല്ലാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നീതിപൂർവ്വം ജീവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അർഹമായത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ദൈവത്തിന് അർഹമായത് ദൈവത്തിന് കൊടുക്കണം, ബാക്കിയും കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ളവരാണ് നീതിപൂർവ്വം ജീവിക്കുക. അങ്ങനെയുള്ളവരുടെ കൂടെ കർത്താവ് നിൽക്കും. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ തന്നെ ശവകുടീരത്തിനുള്ള കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. യാക്കോസ്ലിയുടെ ലേഖനം നോക്കിയ യാക്കോബ്, എബ്രായ ലേഖനം കഴിഞ്ഞു വരുന്നതാണ്. യാക്കോസ്ലിയ, ലെറ്റർ ഓഫ് സെന്റ് ജെയിംസ് 5-ാം അധ്യായം വായിച്ചു. അതിന്റെ 4 മുതൽ വായിച്ചു. 5-ാം അധ്യായത്തിന്റെ 4 മുതൽ. യാക്കോസ്ലിയ 5:4 മുതൽ. നിങ്ങൾക്ക് വേണ്ടി വേലയെടുത്ത വ്യക്തിക്ക് അർഹമായ കൂലി കൊടുക്കാതെ അതുകൂടെ നിങ്ങൾ സ്വന്തമാക്കാൻ നോക്കിയെങ്കിൽ ഓർത്തോണം, കൊലയുടെ ദിവസത്തേക്ക് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനീതി പ്രവർത്തിച്ചാൽ അതുമൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ക്ലേശങ്ങൾ, നഷ്ടങ്ങൾ വളരെ വലുതാണെന്ന് ഈ വചനങ്ങളെല്ലാം പറയുണ്ട്. നീതിപൂർവ്വം സമ്പാദിച്ചത് അല്പമേ ഉള്ളെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് അത് അനുഭവിക്കാൻ പറ്റും. അനീതിയിൽ നമ്മൾ സമ്പാദിച്ച്, നിങ്ങൾ എഴുതി വെച്ചോ, ജോബിന്റെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ചാൽ മതി. 20-ാം അധ്യായം വേണേ അതിന്റെ 19-ാമത്തെ വചനം മാത്രം വായിച്ചു. ജോബ് 20-ാം അധ്യായം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ജോബിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 19 കിട്ടിയൊരു വായിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ പണിയാത്ത വായിച്ചു അത് തന്നെയാ. താൻ പണിയാത്ത ഭവനം അവൻ പിടിച്ചെടുത്തു. താൻ പണിയാത്ത ഭവനം, മറ്റുള്ളവരുടെ ഭവനം പിടിച്ചെടുത്തു. ഇനി അങ്ങനെയുള്ളവന്റെ അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരുമ്പായുധം നിന്നിൽ നിന്ന് മാറുമ്പോൾ പിത്തളയായുധം നിന്റെ നേരെ വരും. അനീതി പ്രവർത്തിച്ചാലുള്ള അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. നീ ഒരു പ്രശ്നത്തെ ധരണം ചെയ്താൽ അടുത്ത പ്രശ്നം നിന്റെ നേരെ വരും. പറയുന്നുണ്ട്, നീ കഴിക്കുന്ന ഭക്ഷണം വയറ്റി ചെന്ന് കഴിയുമ്പോൾ അത് സർപ്പവിഷമായിട്ട് മാറും. അധ്യായം വായിച്ചാൽ പേടിയാവും കേട്ടോ. അനീതി പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീതിപൂർവ്വം ജീവിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ തിയോളജിക്കൽ വെർച്യു ആണ്, ഇംഗ്ലീഷിൽ പറയും ഫോർട്ടിറ്റ്യൂഡ്, മനസ്ഥൈര്യം, ഫോർട്ടിറ്റ്യൂഡ്. അതെന്തിനാന്ന് ചോദിച്ചാൽ, നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരും.
ഒരു കാര്യം വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, യേശുക്രിസ്തു. പലരും നോക്കി അവനിലൊരു പാപം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റിയില്ല. പാപമില്ലാത്ത ഒരു മകൻ, അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു. പക്ഷേ അഗസ്തീനോസ് പറയാണ്, ദൈവത്തിന് സഹനമില്ലാത്ത ഒരു മകനും ഒരു മകളും ഈ ഭൂമിയിലില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സഹനം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിൽ ഈ സഹനം നമ്മളെ തേടി വരും, ഉറപ്പാണ്. ഇനി അങ്ങനെയുള്ളിടത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഫോർട്ടിറ്റ്യൂഡ്, മനസ്ഥൈര്യം. സഹനങ്ങളെ ശരിക്കും സഹനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു നന്മയുണ്ട്. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന. നിങ്ങൾ ആ റോമാലേഖനം 5:4-5 വായിച്ചു. റോമൻസ് ചാപ്റ്റർ 5, റോമാലേഖനം 5-ാം അധ്യായം, അതിൻ്റെ 4-5 വചനങ്ങൾ എടുത്താൽ വലിയൊരു സന്ദേശം നമുക്ക് അവിടെയുണ്ട്. കഷ്ടത, സഹനശീലവും. എനിക്ക് ഒരു പ്രോസസ്, ഒരു പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകണം. അതാണ് ക്രിസ്തീയ ജീവിതം. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകും. പ്രത്യാശ ഉണ്ടോ, നിരാശപ്പെടേണ്ടി വരില്ല. ഈ പ്രത്യാശയിൽ എത്തണമെങ്കിൽ എങ്ങനെയാ പോണ്ടേ? കഷ്ടതകൾ വരുമ്പോൾ അത് എടുക്കേണ്ട പോലെ എടുക്കണം. സഹനശീലം തരും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കൈകൂട്ടി പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യെ തഴമുണ്ടായി വരണം. കയ്യെ തഴമുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കയ്യെ തഴമുണ്ടാകണമല്ലോ, ധൂമായ പിടിച്ച് നമ്മൾ അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ചിട്ടുള്ള, അങ്ങനെ ആയുധങ്ങൾ കയ്യിലെടുത്തിട്ടുള്ളവരുടെ കയ്യിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അധ്വാനിക്കണം. അങ്ങനെയാണ് കയ്യെ തഴമുണ്ടാകുക. നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പോകാനാണ് വലിയ എളുപ്പം കേട്ടോ. ഒഴുക്കം കൊണ്ടുക്കോളും. അങ്ങനെ 4-5 മൈൽ ഒരു ദിവസം പോകുന്ന ആള് അവർക്ക് അവരുടെ ശരീരം ഉറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് വ്യായാമമായി മാറണമെങ്കിൽ ഒഴുക്കിന് വിപരീതം നീന്തണം. അപ്പോൾ അത് എക്സസൈസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ചുമ്മാ എളുപ്പമാണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ, ഒഴുക്ക് കൊണ്ടുക്കോളും. അതുകൊണ്ടൊന്നും നമുക്ക് എക്സസൈസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കഷ്ടതയാണ് നമുക്ക് സഹനശീലം തരിക. സഹനശീലം ആത്മനിയന്ത്രണം, ആത്മനിയന്ത്രണം നമുക്ക് പ്രത്യാശ തരും. പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. പിന്നെ നിങ്ങൾ സുഭാഷിതങ്ങൾ 20:30 നോക്കിക്കേ. സുഭാഷിതങ്ങൾ, പ്രോവേർബ്സ് 20:30. സുഭാഷിതങ്ങൾ 20:30 വചനം. മുറിപ്പെടുത്തുന്ന താഠനകൾ ദുശീലങ്ങൾ നിർമാർജനം ചെയ്യാൻ നമ്മെ സഹായിക്കും. മുറിപ്പെടുത്തുന്ന താഠന, അണ്ടാ കർത്താവ് പറഞ്ഞ്, ചില മുറിവൊക്കെ നിനക്കുണ്ടാകാൻ ഞാൻ അനുവദിച്ചു. മുറിപ്പെടുത്തുന്ന താഠന ദുശീലങ്ങൾ നിർമാർജനം ചെയ്യാൻ നിന്നെ സഹായിക്കും. പിന്നെന്താ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, കനത്തെ അടി മനസ്സിന്റെ ഉള്ളറകളെ ശുദ്ധീകരിക്കും. ചിലപ്പോൾ നമ്മള് അപ്രതീക്ഷിതമായ ചിലർ ധ്യാനം കൂടാൻ വന്നത് ഈ അടി കിട്ടിയോണ്ടാണ്. അടി കിട്ടിയത് കൊണ്ട്. ഇവിടെ ഒരു DYSP ധ്യാനിക്കാൻ വന്ന പുള്ളി പറഞ്ഞ എന്നാന്നറിയോ? അച്ഛാ, എൻ്റെ മകളെ കെട്ടിച്ചു, ഗംഭീരം കല്യാണം, ഇത്ര മിനിസ്റ്റേഴ്സും കൊടിവെച്ച കാറൊക്കെ ആയിരുന്നു, ഒരുപാട് ഗംഭീരം കല്യാണം. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം പോലും അവള് ഭർത്താവിന്റെ വീട്ടിൽ നിന്നില്ല. ഭർത്താവുമായിട്ട് വഴക്കുണ്ടായി, വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടായി. അവരെ എല്ലാം തെറി പറഞ്ഞ് അവൾ വെട്ടിയെടുത്ത് വീട്ടിൽ പോകും. ഇവരെ രമ്യതപ്പെടുത്താൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം അവൾ പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പറഞ്ഞാൽ മതി, ഞാൻ ചത്തോളാം എന്ന് പറഞ്ഞു. അതിനെ അവിടെ കൊണ്ട് വിടാൻ നോക്കണ്ട. ശരിക്കും മനസ്സ് തകർന്ന ഈ മനുഷ്യൻ ആരാണ്ട് പറഞ്ഞ് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് പുള്ളിയെ ധ്യാനിപ്പിക്കാൻ വിട്ട്. അവർക്ക് മാറ്റം വന്നില്ലല്ലോ, ഇങ്ങേർക്കൊരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ പുള്ളി പറഞ്ഞാണ്, ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോകത്തില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ചില പ്രതികൂല സാഹചര്യങ്ങൾ, കനത്തെ അടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിലൂടെയും ദൈവത്തിന് നന്മ പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന് നമ്മെ നന്മയിലേക്ക് നയിക്കാൻ പറ്റും. അതാ റോമ 8:28 ചുമ്മാതെ നമ്മുടെ ചങ്കിനകത്ത് അങ്ങ് ഉറപ്പിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. നിങ്ങളും കേട്ടതല്ലേ, മംഗലാപുരത്ത് ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. മംഗലാപുരത്ത് അതിനകത്തുണ്ടായിരുന്ന ഒത്തിരി പേര് മരിച്ചു. അതാ ലാൻഡിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. എന്നിട്ട് അത് ചെന്ന് ക്രാഷ് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് പേര് മരിച്ചു. ആ ഫ്ലൈറ്റിൽ പോകേണ്ട ഒരു ദമ്പതിമാര്, അവര് എയർപോർട്ടിൽ വന്നപ്പോൾ ലേറ്റായി. അപ്പോൾ അവർ പറഞ്ഞു, ഇനി പോകാൻ പറ്റത്തില്ല. അയ്യോ, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് അവിടെ ഒരു മീറ്റിംഗ് ഒക്കെ ഉള്ള, പറ്റിയല്ല, ഫ്ലൈറ്റ് അടച്ചു, അടുത്ത ഫ്ലൈറ്റിന് വിടാമെന്ന് ചോദിച്ചു. നേരെ അവർ പറഞ്ഞു, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, ഇവിടെ എത്താൻ താമസിച്ചുകൊണ്ടാണ്. വേറെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വേറെ ഫ്ലൈറ്റിൽ ഇതുണ്ടെങ്കിൽ വേക്കൻസി ഉണ്ടെങ്കിൽ കയറ്റി വിടാം. എൻ്റെ ദൈവമേ, ഇവർക്ക് വന്ന സങ്കടം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി കാണും. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്നോട് ഞാൻ പറഞ്ഞത് ഇതിന് മാത്രം മേക്കപ്പിൻ്റെ ആവശ്യമില്ല. അന്നേരം അത് വിട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം കണ്ടില്ലേ, ഫ്ലൈറ്റും പോയി, കാശും പോയി, ഇനി അവിടെ പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഏതായാലും ഒച്ചമോളൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലാഷ് ന്യൂസ് അതിനകത്ത് പറയാ, ആ ഫ്ലൈറ്റ് ഇവർ പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റാ, അതുപോലെ അവിടെ ക്രാഷ് ചെയ്ത് അതിനകത്തുണ്ട വലിയ ദുരന്തം. പിന്നെ ഇവര് ഒരു പ്രാവശ്യം കൂടെ പറയുമോ, എന്നാലും ആ ഫ്ലൈറ്റ് കയറാൻ പറ്റിയില്ല. ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം, നിന്നെ വിടാൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി, ഇല്ല എന്നാലും ആ ഫ്ലൈറ്റൊക്കെ കയറാൻ പറ്റിയില്ലോ എന്നുള്ള സങ്കടം ഇവർക്കുണ്ടാവുമോ? കാശ് പോയെന്നുള്ള സങ്കടം ഉണ്ടാവുമോ? വേണേ എന്നായിരിക്കും ആ ചെടുതിക്ക് ഏറ്റവും നല്ലൊരു ഉമ്മ കിട്ടിയത്. നിന്റെ മേക്കപ്പ് കാരണമാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇച്ചിരി കൂടുതൽ സമയം എടുത്തെങ്കിലും ഫ്ലൈറ്റ് പോയെങ്കിലും നോക്കിയേ, നമ്മളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അതിനകത്തങ്ങ് കയറി പോയെങ്കിലോ? ആർക്കറിയാം വരാനിരിക്കുന്ന കാര്യം.
എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്ക് ചിലതൊക്കെ ഇന്നലകളിലെ കാര്യങ്ങൾ അറിയാം. ഇന്ന് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. നാളെക്കുറിച്ച് എന്നെ അറിയാവുന്നു, നാളെയെക്കുറിച്ചുകൂടി അറിയാവുന്ന ഒരാളുണ്ട്, അതാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് ആ ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ളത് ഹൃദയത്തിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കാൻ സാധിച്ചാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മ വരും. അതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. പറയുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ദൈവം നമുക്കായി ചിന്തിക്കാനും ദൈവം നമുക്കായിട്ട് തീരുമാനമെടുക്കാനും നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കണം. അങ്ങനെ ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടക്കാതെ വന്നു കഴിയുമ്പം അപ്സെറ്റായി, പല പ്രശ്നമായി, പിന്നെ ദൈവത്തിനും കുറ്റം, ബാക്കിയുള്ളവർക്കും കുറ്റം, അങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്ത് അനുവദിച്ചാലും അത് നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഇനി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ആ പ്രഭാഷകന്റെ പുസ്തകം 39 നോക്കിയേ. പ്രഭാഷകൻ 39, സിറാഖ് 39, പ്രഭാഷകൻ 39 അതിന്റെ 17 മുതൽ വായിച്ചു. 17 മുതൽ. എന്തുകൊണ്ട് എന്ന് നിന്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്, യഥാസമയത്ത് അതിന്റെ അർത്ഥം നിനക്ക് വെളിപ്പെട്ട് കിട്ടും. നമുക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടായിരിക്കാം, അത് ആയിരിക്കണമെന്നില്ല ശരിയായ സമയം. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യം നടക്കാതെ വരുമ്പോൾ ഉടനെ പിന്നെ ദൈവത്തെ മറന്ന് ജീവിക്കുകയല്ല ചെയ്യേണ്ടത്. എത്രയോ പേരുടെ അവസ്ഥ എനിക്കറിയാം. അവര് വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു, അത് പോയി. തിരിച്ച് നാട്ടിൽ വന്നിട്ട് എവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ച് പോകാം എന്ന് വിചാരിച്ചു വന്നു. 2 മാസത്തിനകം പോകുമെന്ന് വിചാരിച്ചു. ചോദിച്ചവരോടെല്ലാം പറഞ്ഞു അവധിക്ക് വന്നാന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും ഒരു ജോലി ശരിപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പൊ ഒരു പള്ളി പോകത്തില്ല. എന്നറിയോ, പള്ളി ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും, അയ്യോ നീ തിരിച്ചു പോയില്ലേ, ഇപ്പൊ നിന്റെ ജോലി പോയോ? ചിലര് കല്യാണം അവർ ഉദ്ദേശിച്ച സമയത്ത് നടക്കാത്തതുകൊണ്ട് ഇപ്പം പള്ളിയിലും പോകത്തില്ല, പുറത്തോട്ട് ഇറങ്ങത്തില്ല. കാരണം ആൾക്കാർ, ഇതുവരെ നിന്റെ കല്യാണം നടന്നില്ലേടി. വേറെ ചിലർ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, കാരണം ഞാൻ പോകുമ്പോഴേ ആൾക്കാരല്ല എൻ്റെ വയറാലേക്കാണ് നോക്കുന്നത്. ഇതുവരെ ആയില്ലേ വിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവർ, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവിടെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോൾ അപ്പോൾ മനുഷ്യരെന്ത് ചിന്തിക്കുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? മനുഷ്യരെ വിട്ടിട്ട് ദൈവത്തെ മുറുകെ പിടിക്കണം. ശരിക്കും നീറുന്ന പ്രശ്നമുണ്ടോ, ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. പക്ഷെ പലർക്കും പറ്റുന്ന ശുദ്ധ മണ്ടത്തരം, ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വേണ്ട സമയത്ത് ഒട്ടും പ്രാർത്ഥിക്കും. അന്നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണം പറഞ്ഞ് കാരണവും പറഞ്ഞ് അതിൻ്റെ പേരിൽ അവർ പ്രാർത്ഥനയും ഒഴിവാക്കി ജീവിക്കുന്ന അവസ്ഥ. അതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിക്കും ദൈവത്തെ അറിഞ്ഞവരെ പോലെ, ദൈവത്തിന് ജീവിതം സമർപ്പിച്ചവരെ പോലെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അപ്പോൾ ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മനസ്ഥൈര്യം. 4ാമത്തെ തിയോളജിക്കൽ വെർച്യു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പറയും ടെമ്പറൻസ്, മലയാളം സംയമനം. ടെമ്പറൻസ് എന്തിനാന്ന് ഓർത്താൽ, ഇന്ന് ചിലരെ കാണാൻ സാധിക്കും, ചിലർക്ക് ഭയങ്കര ഫ്ലക്ച്വേഷനാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. കറണ്ട് ആണെങ്കിലും ചിലപ്പോൾ മിന്നാമിനും പോലെയോ, പിന്നെ തള്ളി കയറി ഇങ്ങനെ വരും, കുറേ എല്ലാം അടിച്ചു പോകും എന്ന് പറഞ്ഞ പോലെയാണ് ചിലർക്ക് ഫ്ലക്ച്വേഷൻ. ചില സമയത്ത് ഇങ്ങനെ ബലൂൺ ഊതി വീർപ്പിച്ച പോലെയാണ്, ഇങ്ങനെ വീർത്ത് നിൽക്കും. ചില സമയത്ത് ബലൂണിൻ്റെ കാറ്റ് കുത്തിവിട്ട പോലെയാണ്, ഫ്ലാറ്റാകും. ഉദ്ദേശിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഭയങ്കരം ഹൈ സ്പിരിറ്റഡ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച പോലെ നടക്കാതെ വന്നാൽ ഫ്ലാറ്റ്. അത്രയും ഒരു ഫ്ലക്ച്വേഷൻ നമുക്കുണ്ടാകരുത്. ഇനി അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു തിയോളജിക്കൽ വെർച്യു ആണ് സംയമനം, ടെമ്പറൻസ്. ഏത് സാഹചര്യത്തിലും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാം. പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും ജീവിക്കാൻ ദൈവം എനിക്ക് ട്രെയിനിങ് തന്നു. നല്ല കാര്യം. അങ്ങനെ ചിലർക്ക് അവര് സുഭിക്ഷത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആ സാഹചര്യം ഇപ്പം മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ജീവിക്കാൻ അറിയത്തില്ല. സാമ്പത്തിക മേഖലയിൽ ചില തകർച്ചകൾ വന്നിട്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്റ്റൈലൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. അത് കടം മേടിച്ചിട്ടാണേലും, ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാണേലും, കട്ടെടുത്തിട്ടാണേലും വേണ്ടിയില്ല, സ്റ്റൈല് കുറയ്ക്കാൻ പറ്റത്തില്ല. അതല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇനി അതിന് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് വെച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ തയ്യാറാകുമ്പോൾ അതനുസരിച്ച് ദൈവം നമ്മളെ വഴി നടത്തുന്ന, ആത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുന്ന ആ ഒരവസ്ഥ ഉണ്ടാകും.